പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ഫുട്ബോൾ ലോകം. ചാമ്പ്യൻസ് ലീഗിലെ സെമി ഫൈനൽ മത്സരത്തിലെ രണ്ടാം പാദ മത്സരമായ ഇന്റർ മിലാനും ബാഴ്സലോണയും തമ്മിലുള്ള രണ്ടാം പാദ സെമി മത്സരം ഇന്ത്യൻ സമയം നാളെ രാവിലെ 12:30-ക്കാണ് നടക്കാനായിട്ട് പോകുന്നത്. എന്തായാലും ആദ്യ പാദ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇരു ടീമുകളും 3 ഗോളുകൾ വീതം നേടിക്കൊണ്ട് ആ മത്സരം സമനിലയിലായിരുന്നു അവസാനിച്ചത്. എന്നാൽ ഇപ്പോൾ ഇന്റർ മിലാനെതിരെയുള്ള ബാഴ്സലോണയുടെ സ്ക്വാഡ് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് 11 അല്ല പ്രഖ്യാപിച്ചിരിക്കുന്നത്, പകരം ഏതൊക്കെ താരങ്ങൾ ടീമിൽ കളിക്കാനായിട്ടുണ്ടാകും, അതുപോലെ തന്നെ സൈഡ് ബെഞ്ചിൽ ഏതൊക്കെ താരങ്ങൾ ഉണ്ടാകും, ഈ താരങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സ്ക്വാഡ് നിലവിൽ FC ബാഴ്സലോണ പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു സൂപ്പർ താരം, പ്രധാനപ്പെട്ട ഒരു താരം ഇപ്പോൾ സ്ക്വാഡിലേക്ക് മടങ്ങിയെത്തി. ഇതോടെ ഏറ്റവും പുതിയ വാർത്തയാണ് നിലവിൽ വരുന്നത്. ഏതായാലും ആ സ്ക്വാഡിൽ നമുക്ക് ആ താരത്തെ കാണാൻ സാധിക്കുന്നുമുണ്ട്. ഏതായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല. അതുകൊണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടാതെ നമ്മുടെ ചാനൽ 1K എത്താനായി ഇനി മിതമായ സബ്സ്ക്രൈബേഴ്സ് മതി. അതുകൊണ്ട് തന്നെ പറ്റുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോത്തിലേക്ക് കടക്കാം. എന്തായാലും നാളെ രാവിലെ 12:30-ക്കാണ് FC ബാഴ്സലോണയും ഇന്റർ മിലാനും തമ്മിലുള്ള പോരാട്ടം നടക്കാനായിട്ട് പോകുന്നത്. ആദ്യപാദ മത്സരം 3-3 സമനിലയിലായിരുന്നു അവസാനിച്ചത്. എന്നാൽ നാളെ രാവിലെ നടക്കുന്ന മത്സരത്തിൽ ആര് വിജയിക്കുന്നു അവരായിരിക്കും പിന്നീട് ചാമ്പ്യൻസ് ലീഗിലെ ഫൈനലിലേക്ക് കടക്കുക. എന്തായാലും യമാൽ ആരാധകർക്ക് ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട്, FC ബാഴ്സലോണ ഫൈനലിലേക്ക് കടക്കും എന്നുള്ളൊരു കാര്യം. രണ്ടാമത്തെ മത്സരത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം ആരാധകർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു സൂപ്പർ താരം തിരികെ എത്തിയിരിക്കുകയാണ്. വേറെ ആരുമല്ല, റോബർട്ട് ലെവൻഡോസ്കിയാണ് ഇപ്പോൾ തിരികെ സ്ക്വാഡിലേക്ക് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നാളെ രാവിലെ നടക്കുന്ന മത്സരത്തിൽ ഉറപ്പായും കളിക്കുമെന്നാണ് FC ബാഴ്സലോണ നിലവിൽ അറിയിക്കുന്നത്. സ്റ്റാർട്ടിംഗ് 11-ൽ അദ്ദേഹം ഉണ്ടാകുമോ എന്ന് വ്യക്തമല്ല. എന്തായാലും അദ്ദേഹം പകരക്കാരനായിട്ടെങ്കിലും ഇറക്കാനുള്ള സാധ്യതകൾ നിലവിൽ കാണുന്നുണ്ട്. എന്തായാലും പരിക്ക് കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ മത്സരങ്ങളൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. എന്നാൽ താരം വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. സ്ക്വാഡിൽ ഇപ്പോൾ അദ്ദേഹം ഇടം പിടിച്ചിട്ടുണ്ട്. കൂടാതെ റാഫീഞ്ഞ, ലാലിൻ യമാൽ അടക്കമുള്ള താരങ്ങളും ഇപ്പോൾ സ്ക്വാഡിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നതാണ് സന്തോഷം നൽകുന്ന കാര്യം. എന്തായാലും ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി തിരികെ എത്തിയത് എന്തായാലും ബാഴ്സലോണയ്ക്ക് നല്ല കാര്യം തന്നെയാണ്. കൂടാതെ മറുവശത്ത് ഇന്റർ മിലാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടെ ലൗതാരോ മാർട്ടിനസ് കളിക്കുമെന്നത് ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ റോബർട്ട് ലെവൻഡോസ്കി തിരികെ എത്തിയത് ബാഴ്സലോണയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്.